നമസ്കാരം. ഞാൻ ഡോക്ടർ പി ലക്ഷ്മി അമ്മാൾ, പട്ടം SUT ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ്. ഗർഭപാത്ര നീക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. എന്തുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങളെല്ലാവരും കണ്ടിരിക്കും ഈയിടെ വന്ന ഒരു പത്രവാർത്ത. ഇന്ത്യയിലും കേരളത്തിലും വളരെയധികം ഗർഭപാത്രം നീക്കൽ ശസ്ത്രക്രിയ നടക്കുന്നു എന്നുള്ളത്. അത് പലതും 40 വയസ്സിൽ താഴെയുള്ള സ്ത്രീകളിലാണ് ചെയ്യുന്നതെന്നും പലർക്കും അത് അനാവശ്യമായി ചെയ്യുന്ന ശസ്ത്രക്രിയയാണെന്നും എന്നതായിരുന്നു വാർത്ത. അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഭാഗികമായി ശരിയാണ്. പക്ഷേ അതിൽ കാണിച്ചിരിക്കുന്ന കണക്കുകളൊക്കെ തന്നെ കുറച്ച് പെരുപ്പിച്ച് കാണിച്ചിരിക്കുന്ന കണക്കുകളാണ്. അതിൽ ഒരുവിധം ഡോക്ടർമാരൊക്കെ കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി ഗർഭപാത്രം നീക്കുന്നു. പൈസയ്ക്ക് വേണ്ടിയിട്ട് ആശുപത്രിയിൽ, പ്രൈവറ്റ് ആശുപത്രികളിൽ പൈസ ലാഭം നോക്കി അനാവശ്യമായി ഗർഭപാത്രം നീക്കൽ ശസ്ത്രക്രിയ അഥവാ ഹിസ്റ്ററക്ടമി ചെയ്യുന്നു എന്നൊക്കെയായിരുന്നു വാർത്ത. ഇതിൻ്റെ സത്യാവസ്ഥയിലേക്കൊന്ന് നോക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. ഇത്രയധികം ഗർഭപാത്രം നീക്കൽ ശസ്ത്രക്രിയകൾ ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് ഉത്തരം. ഒരു ഗർഭപാത്രം നീക്കം ചെയ്യേണ്ടി വരുന്നത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ്? പ്രധാനമായിട്ടും സ്ത്രീകൾക്ക് അമിതമായ രക്തസ്രാവം വരുമ്പോഴാണ് അവർ ഡോക്ടർമാരെ സമീപിക്കുന്നത്. ഇന്ത്യയിലെയും സ്ത്രീകൾ പൊതുവെ മാസക്കുളി സംബന്ധമായി വരുന്ന അധികമായ രക്തസ്രാവമൊക്കെ സാധാരണ വലിയ ഒരു ശ്രദ്ധ കൊടുക്കാതെ ഇതൊക്കെ അതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് എന്ന് പറഞ്ഞ് കളയുകയാണ് പതിവ്. പക്ഷേ ഈ അമിതമായ രക്തസ്രാവം ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നതായിരിക്കാം. ആ കാരണങ്ങളും നമ്മൾ ചികിത്സിക്കണം. ഈ അമിതമായ രക്തസ്രാവം കൊണ്ട് ഒരു സ്ത്രീക്ക് വരുന്ന ബുദ്ധിമുട്ടുകളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അമിതമായ രക്തസ്രാവം വന്നു കഴിയുമ്പോൾ അത് ഓരോ മാസവും കൊണ്ട് പതുക്കെ വരുന്നതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സ്ത്രീകളിൽ പലരും അതുമായിട്ട് അങ്ങ് യോജിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒറ്റയടിക്ക് ഒരു 1.5 ലിറ്റർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റേതായ ക്ഷീണങ്ങളും കാര്യങ്ങളും വരികയും ഉടൻ തന്നെ ഡോക്ടറെ കാണുകയും ചെയ്യും. ഇത് എല്ലാ മാസവും കുറച്ച് വരുന്ന ബ്ലീഡിങ് ആയതുകൊണ്ട് അതായത് ആ ബ്ലീഡിങ് ഓരോ മാസവും വന്നാണ് അതൊരു മൂർധന്യാവസ്ഥയിൽ എത്തുന്നത് എന്നതുകൊണ്ട് സ്ത്രീകൾക്ക് അതുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു സമയം കിട്ടുന്നു. അവർക്ക് വരുന്ന ക്ഷീണം, വീട്ടിലെ ജോലികളിൽ താല്പര്യമില്ലായ്മ, ഇതൊന്നും തന്നെ അവർ തന്നെ ശ്രദ്ധിക്കാതെ പോകുന്നു. പല സ്ത്രീകളും 4-5 ഗ്രാം ഹീമോഗ്ലോബിനായിട്ട് നമ്മളെടുത്ത് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ത്രീ വരുമ്പോൾ അതിൻ്റെ ചികിത്സ ഗർഭപാത്രം നീക്കൽ മാത്രമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അല്ല. ഇന്നത്തെ കാലത്ത് പലവിധ നൂതനമായ ചികിത്സാ രീതികളുമുണ്ട്. നമ്മൾ നോക്കേണ്ടത് എന്തൊക്കെയാണ് ഈ ബ്ലീഡിങ്ങിൻ്റെ കാരണങ്ങൾ. ഒന്ന് മുഴകളാണ്, ഫൈബ്രോയിഡ് എന്ന് പറയും. ഒരുവിധം എല്ലാവരും കേട്ട് കാണും ഫൈബ്രോയിഡിനെ പറ്റി. ഫൈബ്രോയിഡ് ഗർഭപാത്രത്തിൽ വരുന്ന ക്യാൻസർ അല്ലാത്ത മുഴകളാണ്. അപ്പോൾ ക്യാൻസർ അല്ലാത്ത മുഴകൾ ആണെന്നുള്ളത് കൊണ്ട് തന്നെ അതിന് ശസ്ത്രക്രിയ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. എപ്പോഴൊക്കെയാണ് ഇതിന് ശസ്ത്രക്രിയ വേണ്ടത്? അപ്പോൾ ഈ ഗർഭപാത്രത്തിലെ മുഴ മൂലം അമിതമായ രക്തസ്രാവം വന്ന് വിളർച്ചയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ആ ഗർഭപാത്രം എടുത്തു കളയേണ്ടി വരും. അല്ല, അത് വളരെയധികം വലുതായി ചിലപ്പോൾ ഒരു 7 മാസം 8 മാസമൊക്കെ ഉള്ള ഗർഭത്തിൻ്റെ സൈസ് വരെ ആകുമ്പോഴായിരിക്കും സ്ത്രീകൾ അറിയുന്നത്, നമ്മളെ സമീപിക്കുന്നത്. അത്രയും വലിയ മുഴകളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 3 മാസം ഗർഭത്തിൻ്റെ സൈസിൽ കൂടുതലുള്ള മുഴകളാണെങ്കിലും നമ്മൾ എടുത്തു കളയണം. കാര്യം ഈ മുഴകളൊക്കെ താഴെ സ്ഥലത്ത് നിന്ന് വയറിലേക്ക് വളരുകയും നമ്മുടെ മൂത്രനാളിക്കുഴലിനെയൊക്കെ പ്രസ് ചെയ്തിട്ട് നമ്മളുടെ കിഡ്നികളുടെ സൈസ് കൂടുകയും പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള മുഴകളും നമ്മൾ എടുത്തു കളയണം, ഗർഭപാത്രം എടുത്തു കളയണം. പിന്നെ നമ്മൾ ഈ ക്യാൻസറസ് അല്ലാത്ത മുഴകൾ ഭാവിയിൽ ക്യാൻസർ ആകാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ വിരളമാണ്. അതുകൊണ്ട് തന്നെ ആ പേരും പറഞ്ഞ് നമ്മൾ ഗർഭപാത്രം എടുത്ത് കളയാറില്ല.
ചെറിയ മുഴകൾ 2-3 സെൻറ്റിമീറ്ററുള്ള മുഴകൾ 3-4 ചിലപ്പോൾ കാണും. അത് സാധാരണയാണ്. അങ്ങനെയുള്ള മുഴകളുമായിട്ട് സ്ത്രീകൾ വന്ന് നമ്മളോട് പറയും, സ്കാനിങ് ചെയ്തപ്പോൾ മുഴകൾ കണ്ടു, എൻ്റെ ഗർഭപാത്രം എടുത്ത് കളയണം. അപ്പോൾ ഡോക്ടർമാരും ചില ഡോക്ടർമാരും ആ ഒരു കാര്യം കൊണ്ട് ഗർഭപാത്രം എടുത്ത് കളയാറുണ്ട്. എന്നാൽ ഈ മുഴകൾ അപകടകാരികളല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ചെറിയ ചെറിയ മുഴകളാണ്. ഗർഭപാത്രത്തിൻ്റെ എല്ലാം കൂടെയുള്ള ഒരു വലിപ്പം ഒരു 2-2.5 മാസം ഗർഭത്തിൻ്റെ അത്രയേ ഉള്ളൂ എങ്കിൽ അതെടുത്ത് കളയേണ്ട കാര്യമില്ല. പിന്നെ എല്ലാ ബ്ലീഡിങ് വരുന്ന കേസുകൾക്കും നമ്മൾ ഗർഭപാത്രം എടുത്ത് കളയണമോ? വേണ്ട. മെഡിസിൻ കൊണ്ടുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഈ ആർത്തവ സമയത്ത് കൂടുതൽ ബ്ലീഡിങ് വരികയാണെങ്കിൽ അതിന് ആ സമയത്ത് മാത്രം 3-4-5 ദിവസം കഴിക്കുന്ന ഗർഭപാത്രത്തിലെ ബ്ലീഡിങ് കുറയ്ക്കുന്ന മരുന്നുകളുണ്ട്. വളരെ ഹാംലെസ് ആയിട്ടുള്ള മരുന്നുകളാണവ. അവ 3-4 ദിവസം മാസത്തിൽ കഴിച്ചു കഴിയുമ്പോൾ ഈ ബ്ലീഡിങ് കുറയുന്നു. അങ്ങനെയുണ്ടെങ്കിലും നമ്മളത് എടുത്ത് കളയേണ്ട കാര്യമില്ല. പിന്നെ ഒരു കാര്യം, അഡിനോമയോസിസ് എന്നൊരു അസുഖമാണ്. അതായത് ഗർഭപാത്രത്തിൻ്റെ മസിലിൻ്റെ പേശിയുടെ കട്ടി കൂടുകയും ഗർഭപാത്രത്തിനകത്ത് വരുന്ന ഈ പാട ഈ മസിലിനകത്തേക്ക് വരികയും ചെയ്യുന്നതാണ് ഈ അസുഖം. ഇതിൻ്റെ ലക്ഷണങ്ങൾ അതികഠിനമായ വേദനയാണ്. മാസക്കുളിയുടെ സമയത്തും അല്ലാതെയും ഒക്കെയുള്ള വേദനയും ബ്ലീഡിങ്ങുമാണ്. പണ്ട് ഇതിനൊരു മാർഗം ഗർഭപാത്രം എടുത്തു കളയുക എന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന പല കാര്യങ്ങൾക്കും ഗർഭപാത്രത്തിനകത്ത് കോപ്പർ ടീ പോലെ ഒരു ചെറിയ സാധനം അകത്ത് നിക്ഷേപിക്കുന്നു. അതിനകത്ത് വളരെ ചെറിയ ഹോർമോൺ അടങ്ങിയിട്ടുണ്ട്. ഈ ചെറിയ ഹോർമോണുകൾ ഗർഭപാത്രത്തിൽ മാത്രം പ്രവർത്തിക്കുന്നവയാണ്. ആ ഹോർമോൺ സ്ത്രീകളുടെ രക്തത്തിലേക്ക് വ്യാപിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പാർശ്വഫലങ്ങളൊന്നും ഇല്ല തന്നെ. ഇങ്ങനെ ഹോർമോൺ അടങ്ങുന്ന ഗർഭപാത്രത്തിനകത്ത് നിക്ഷേപിക്കാവുന്ന ഈ ചെറിയ ഉപകരണം നിക്ഷേപിക്കാൻ ആകെ 5 മിനിറ്റേ വേണ്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ചികിത്സ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ 5 വർഷത്തേക്ക് വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല. അത് ഒരു 3000 തുടങ്ങി 6000 വരെ രൂപ വരെയുള്ള ചിലവേ അതിന് വരികയുള്ളൂ. ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ ഒരു 5 വർഷത്തേക്ക് ഗർഭിണിക്ക് ഒരു നല്ല ആശ്വാസം കിട്ടും. പിന്നെ നമ്മൾ തീർച്ചയായിട്ടും എടുത്തു കളയേണ്ടത് എപ്പോഴാണ്? അത് ക്യാൻസറിലേക്ക് നയിക്കുന്നു എന്ന് സംശയം തോന്നുകയാണെങ്കിൽ ആ ഗർഭപാത്രം ഉടനെ തന്നെ നമ്മൾ എടുത്തു കളയേണ്ടതാണ്. അല്ലാതെ എല്ലാ മാസക്കുളി സമയത്ത് വരുന്ന ബുദ്ധിമുട്ടുകൾക്കും എല്ലാ മുഴകൾക്കും എല്ലാ അഡിനോമയോസിസിനും നമ്മൾ ഗർഭപാത്രം എടുത്തു കളയേണ്ട കാര്യമേ ഇല്ല. നമുക്ക് ആ സമയത്ത് മാസക്കുളി വരുന്ന സമയത്ത് ഉള്ള ഗുളികകൾക്ക് പുറമെ ചിലപ്പോൾ 21 ദിവസത്തെ ഗുളികകൾ 3-4 മാസം കഴിച്ചാലും ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കാം. അപ്പോൾ ഗർഭപാത്രം എടുത്ത് കളയുന്നതിന് മുമ്പ് ഒന്നും കൂടെ ചിന്തിക്കുക, ഒരു ഡോക്ടറുടെ അഭിപ്രായം കൂടെ അറിയുക. ഗർഭപാത്രം കഴിയുന്നതും എടുത്ത് കളയാതിരിക്കുക, ആവശ്യമുള്ളപ്പോൾ എടുത്ത് കളയുക, അത്യാവശ്യം വന്നാൽ ഉടനെ എടുത്ത് കളയുക എന്നുള്ളതായിരിക്കണം നമ്മളുടെ ഒരു ഇതിലേക്ക് ഗർഭപാത്ര ശസ്ത്രക്രിയയെക്കുറിച്ചുള്ള ഒരു ശരിയായ നടപടി ഇതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു.